നമസ്കാരം, വെൽക്കം ടു രേഷ്മാസ് ഹാപ്പി ലാൻഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ്. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഗ്രേപ്പ് സോഡയാണ്. സാധാരണ നമ്മൾ കുടിക്കാറുള്ള ഗ്രേപ്പ് ജ്യൂസിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കാനായിട്ട് മറന്നു പോകല്ലേ. ഇനി നമുക്ക് ഈ സ്പെഷ്യൽ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന മുന്തിരിങ്ങ അരിയുള്ളതാണ്. അപ്പോൾ അരി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ഈ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യണം. ഓവറായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, മുന്തിരിങ്ങയുടെ മുകൾ ഭാഗം വരെ മാത്രം മതി കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ മുന്തിരിങ്ങയുടെ എല്ലാം കളർ ആ വെള്ളത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളത്തിന് വൈൻ്റെ അതേ ടേസ്റ്റാണ്. ഇത് തണുത്ത ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 ദിവസം വരെ കേടുകൂടാതിരിക്കുകയും ചെയ്യും കേട്ടോ. ഇനി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ മുന്തിരിങ്ങ എല്ലാം ഒന്ന് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മാറ്റി വെച്ചേക്കുന്ന ആ വൈനിൽ നിന്ന് കുറച്ച് ഇതിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുന്തിരിങ്ങയെല്ലാം അടിച്ചെടുത്തു. പിന്നെ ഞാനത് അരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രേപ്പ് സോഡ ആക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഐസ് എടുക്കുന്നുണ്ട്. ഇനി ഗ്രേപ്പ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വൈനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടി ഒരു പുതിനയിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.